പപ്പായും കൂടെ കഴിച്ചു. എല്ലാം കുറച്ച് കുറച്ച് മാത്രം. എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടി. നമസ്കാരം, വണക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ലോകത്ത് മിക്കവാറും എല്ലാവരും തന്നെ ക്യാഷ് സമ്പാദിക്കാനുള്ള നെട്ടോട്ടമാണ് അല്ലേ. ക്യാഷിൻ്റെ പിറകെ പോകാത്തവർ വളരെ ചുരുക്കമായിരിക്കും. ഇന്ന് ഈ ക്യാഷിൻ്റെ പിറകെ ഓടി ചതിക്കുഴിയിൽ വീഴുന്നവർ ധാരാളമാണ് നമ്മുടെ ചുറ്റിലും നോക്കുമ്പോഴേക്കും. അതുപോലെ തന്നെ നമ്മുടെ ഓൺലൈനിൽ ഇതുപോലെയുള്ള ചതിക്കുഴികൾ ധാരാളം പതുങ്ങിയിരിക്കുന്നുണ്ട്. അതിൽ പലരും അതൊന്നും മനസ്സിലാക്കാതെ എടുത്ത് ചാടി ചതിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. യൂട്യൂബിലൊക്കെ നോക്കിയാൽ തന്നെ, യൂട്യൂബിൽ മാത്രമല്ല പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും ഇതുപോലെയുള്ള ധാരാളം പ്രൊമോഷൻ വീഡിയോസൊക്കെ വന്ന് കാണാറുണ്ട്. ഈ ജാസ്മിൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ അല്ലേ. ജാസ്മിൻ വന്നിട്ട് എന്തുകൊണ്ടാണ് ഈ ആപ്പ് ധാരാളമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് ഇത് പെൺകുട്ടികൾക്ക് മാത്രമായിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയുന്നത്. ജാസ്മിൻ ഇതിൽ നിന്നും എത്ര ഏൺ ചെയ്യുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്കാരിക്ക് പബ്ലിക്കിൽ വന്ന് പറയാനായിട്ട് സാധിക്കുമോ? ഈ പറയുന്ന ആപ്പ് പുള്ളിക്കാരി എത്ര നേരം യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും പറയാനായിട്ട് സാധിക്കുമോ? ഇത് ഈ അടുത്തിടെ വളരെയധികം ചൂടുള്ള ചർച്ചാ വിഷയമായിട്ട് മാറിയിട്ടുള്ള ഒരു കാര്യത്തിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ തുടങ്ങുമ്പോൾ ജാസ്മിൻ പറഞ്ഞിട്ടുള്ള വാക്കുകൾ എന്താണെന്നുള്ളത് നമുക്ക് കേട്ടിട്ട് തിരിച്ചു വരാം. പപ്പായും കൂടെ കഴിച്ചു. എല്ലാം കുറച്ച് കുറച്ച് മാത്രം. എത്ര നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തീരെ വിശപ്പില്ലാത്ത കൊച്ചാന്നല്ല. ഇനി അടുത്ത മനസ്സിൽ വിചാരിക്കുന്ന കാര്യം കൂടെ ഞാൻ പറയാം. അതിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമുക്കിങ്ങനെ ഫുഡ് ബോറടിച്ച് കഴിക്കുന്നതിന് കഴിയും നല്ലത് നമുക്ക് ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യാം. ഫ്രണ്ട് ആപ്പ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനകത്ത് ഒരുപാട് ഫ്രണ്ട്സിനെ കണക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ഹോസ്റ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാൻ പറ്റും. ഗെയിംസ് കളിക്കാൻ പറ്റും സേഫ് ആയിട്ട്. പിന്നെ ഇന്നത്തെ എല്ലാ റോസസും നമുക്ക് റിയൽ മണി ആയിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. അപ്പൊ ലിങ്ക് വേണ്ടവർ ബയോയിൽ ചെക്ക് ചെയ്ത് നോക്കുക. എന്നത്തെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് വയറൊക്കെ നിറഞ്ഞു. ഇനി സമാധാനമായി ഞാനിന്ന് പോയി കിടന്നുറങ്ങട്ടെ. അത്രേ ഉള്ളൂ. ഈ ഫ്രണ്ട്സ് ആപ്പ് എന്ന് പറയുന്ന ആ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്നവർ ധാരാളമായിട്ടുണ്ട്. നമ്മുടെ ആലീസ് ക്രിസ്റ്റീസിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്, തനി മലയാളി, ഇതുപോലെയുള്ള എല്ലാവരും അവകാശപ്പെടുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഇത് വളരെ സേഫായിട്ടുള്ള ഒരു ആപ്പ് ആണെന്നുള്ളതാണ്. ഇത് കാണുന്നവരൊക്കെ എന്താ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാലും വെറുതെ വന്നിട്ട് ഒരു കോള് മാത്രം ചെയ്താലുള്ള കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നല്ല രീതിയിൽ ക്യാഷ് സമ്പാദിക്കുവാൻ പറ്റുകയാണെങ്കിൽ പിന്നെ ഇതിൽ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുന്നവർ വളരെ അധികം അങ്ങനെയുള്ളവരാണ് ഇതിൽ ചെന്ന് ചാടുന്നത്. ഈ വിവേകവും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചിട്ടും പ്രയോഗിക്കുന്ന അങ്ങനത്തെ ആളുകൾ ഇതിലങ്ങനെ വീണു കണ്ടിട്ടില്ല. ധാരാളമായിട്ട് ഈ ഫ്രണ്ട്സ് ആപ്പ് മാത്രമല്ല ഇതുപോലുള്ള വേറെയും ഒരുപാട് പ്രൊമോ വീഡിയോസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടുവരാറുണ്ട്. പ്രത്യേകിച്ചും വളരെ അധികം കാണുന്ന വേറൊരു പ്രൊമോഷൻ വിഷയമാണ് നമ്മുടെ ഈ സ്കിൻ കെയറിൻ്റെ ഒക്കെ പ്രൊമോ വീഡിയോസ്. ഇങ്ങനെ ഈ സെറമും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിച്ചു വാരിയൊക്കെ തേക്കുകയും പ്രയോഗിക്കുകയൊക്കെ ചെയ്താൽ നല്ല വെളുത്ത് തുടുത്ത് സുന്ദരികളും സുന്ദരന്മാരും ആകും എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ മോഹിപ്പിക്കുമ്പോഴേക്കും കേൾക്കുന്നവരുടെ മനസ്സിൽ തന്നെ ആഹാ കൊള്ളാം, ഈ വെളുത്ത ഹലുവ പോലെ എന്നൊക്കെ പറഞ്ഞ് പഴയ കാലത്തൊക്കെ കേട്ടിട്ടുണ്ട്. അതുപോലെയൊക്കെ സെറമൊക്കെ ഉപയോഗിക്കുമ്പോഴേക്കും നമ്മൾക്കും എന്തുകൊണ്ട് കുറച്ച് ഭംഗിയായിട്ടും സുന്ദരികളും സുന്ദരന്മാരായിട്ടും ഒക്കെ ഇരുന്ന് കൂടാ. ഇതൊക്കെ ഇങ്ങനെ വലിയ വലിയ ഇൻഫ്ലുവൻസേഴ്സൊക്കെ വെറുതെ അങ്ങനെ പറയുന്ന കാര്യമാണോ എന്ന് ഈ നാട്ടിൻ പുറത്തുകാരും നിഷ്കളങ്കരായിട്ടുള്ള പലരും ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും ഇങ്ങനെ അവർ ചിന്തിക്കുന്നതിൽ നമുക്ക് അവരെ കുറ്റമൊന്നും പറയാനായിട്ട് സാധിക്കില്ല. കാരണം ഇവർ ഈ അത് അവതരിപ്പിക്കുന്ന ആ രീതി കാണുമ്പോഴേക്കും പലരും അതിൽ തീർച്ചയായിട്ടും ആ കെണിയിൽ വീണു പോകും. അത്ര മനോഹരമായിട്ടുള്ളൊരു പ്രസൻറ്റേഷൻ ഈ ഒരു സ്കിറ്റൊക്കെ എഴുതിയിട്ട് അതിൽ നിന്നും മിഴിവോടെയും സുന്ദരതയോടെയുമാണ് ഇവർ ഈ കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള പോലെ ഈ പ്രൊമോ വീഡിയോസിനൊക്കെ ഇവർക്ക് സാമാന്യം നല്ല ഒരു ഇൻകം തന്നെയാണ്. ഏതാണ്ട് ലക്ഷക്കണക്കിന് വരും അവർക്ക് ഈ പ്രൊമോ വീഡിയോയിൽ നിന്നുമൊക്കെ കിട്ടുന്ന വരുമാനം. ഒരു 3-4 പ്രൊമോ വീഡിയോസൊക്കെ ഇതുപോലത്തെ ചെയ്ത് നോക്കിയാലും 10 ലക്ഷത്തിൽ നിന്നും 15 ലക്ഷം വരെയൊക്കെ കിട്ടുമെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത്. അതിൽ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും അറിയില്ല. കാരണം ഇവരാരും പബ്ലിക്കലി വന്നിട്ട് എനിക്ക് ഈ വീഡിയോ ഒക്കെ പ്രൊമോട്ട് ചെയ്യുന്നതുകൊണ്ട് ഇത്ര ലക്ഷം കിട്ടിയെന്നൊന്നും ഇവരാരും പറയാറില്ല. പക്ഷേ ഇവരൊക്കെ ഇത് ഇങ്ങനെ വീണ് ഈ പ്രൊമോ വീഡിയോസൊക്കെ ചെയ്യുന്നത് കാണുമ്പോഴേക്കും തീർച്ചയായിട്ടും അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തിനു വേണ്ടിയിട്ട് ഇവരിത് ചെയ്യണം? ഈ ഫ്രണ്ട്സ് ആപ്പിനെ കുറിച്ചിട്ടും അതിൻ്റെ ചതിക്കുഴികളിൽ വീണ് പോയവ അനുഭവസ്ഥരും
അവർ തന്നെ ഇതിനെക്കുറിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ ഫ്രണ്ട് ആപ്പിലുള്ള ഫ്രണ്ടിനോട് സംസാരിച്ചോണ്ടിരുന്നതാ. അതല്ലേ ഇപ്പം പ്ലേ സ്റ്റോറിലൊക്കെ ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന ആപ്പ്. അത് തന്നെയാ. ഈ ലൈറ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാരോട് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് ഈസി ആയിട്ട് സംസാരിക്കാൻ പറ്റും. അത് കൂടാതെ ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഗേൾസിന് ഗിഫ്റ്റ് കിട്ടും. അത് നമുക്ക് റിയൽ മണിയായിട്ട് കൺവേർട്ട് ചെയ്യാനും പറ്റും. ഓപ്പോസിറ്റ് ജെൻഡറിലുള്ളവരോട് സംസാരിക്കാൻ കോൺഫിഡൻസ് ഇല്ലാത്തവർക്ക് ഈ ആപ്പ് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ കോൺഫിഡൻസ് കൂടും. അതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നറിയോ? വോയിസ് കോൾ, വീഡിയോ കോൾ, അവതാർ ഇമേജസ്, പിന്നെ വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതിന് 100% സേഫും ആണ്. കൊള്ളാലോ. നീ എന്റെ കോൺഫിഡൻസ് കൂട്ടിയതോടെ നിനക്ക് ആരുടെങ്കിലും കോൺഫിഡൻസ് കൂട്ടാൻ പറ്റും. അപ്പൊ ഞാൻ എന്തായാലും ഞാൻ പുറത്തു പോയിട്ട് വരെ. ആൾക്കാരെ മീറ്റ് ചെയ്യുക, അവരോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക, ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. നെതർലാൻഡ്സിലോട്ട് ഷിഫ്റ്റ് ചെയ്ത ഉടനെ ഇപ്പം എനിക്ക് ഇവിടെയുള്ള ഫാമിലിയെ ഞാൻ കണ്ടുപിടിച്ചതും ഓൺലൈൻ വഴി തന്നെയായിരുന്നു. ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ആയിരുന്നു പുതിയ ആൾക്കാരെ മീറ്റ് ചെയ്യാൻ ഞാൻ അന്ന് യൂസ് ചെയ്തിരുന്നു. അപ്പോൾ നെതർലാൻഡ്സ് ബേസ് ചെയ്തിട്ട് വളരെ പോഷായിട്ടുള്ള ഒരു ജീവിതം നയിക്കുന്ന തനി മലയാളിയൊക്കെ പറയുന്നത് കേട്ടാൽ ഇത് വളരെ സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ആപ്പാണ് എന്നൊക്കെയാണ് പറയുന്നത്. മീഡിയം ഇന്ന് കാര്യങ്ങൾ കുറച്ചുകൂടെ സിമ്പിളാണ്. നല്ല ഫ്രണ്ട്സിനെ നിങ്ങൾക്ക് ഫ്രണ്ട് ആപ്പിലൂടെ കണ്ടെത്താം. പുതിയ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാനും അവരോടൊപ്പം ഫൺ ആക്ടിവിറ്റീസ് ചെയ്യാനും ഗ്രൂപ്പ് ചാറ്റ് ചെയ്യാനും ഗെയിം കളിക്കാനും പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഫ്രണ്ട് ആപ്പ്. പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വോയിസ് വെരിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് ഫേക്ക് പ്രൊഫൈൽസിന്റെ എണ്ണം കുറവാണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി പ്ലേ സ്റ്റോറിൽ നിങ്ങൾക്ക് FRND ഫ്രണ്ട് സെർച്ച് ചെയ്യാം. ഒപ്പം ലിങ്ക് കമന്റ് സെക്ഷനിൽ പിൻഡാണ്. എപ്പോൾ ഞാൻ ആദ്യമായി ഒരാളെ മീറ്റ് ചെയ്യാൻ പോകുമ്പോഴും വിഷ്ണുവിനുള്ളൊരു സംശയമാണ് ഇതൊക്കെ സേഫ് ആണോ എന്നുള്ളത്. ഇത് ഓൺലൈൻ അല്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരാളെ എങ്ങനെ മീറ്റ് ചെയ്യണമെങ്കിലും എങ്ങനെ പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നുള്ളതൊക്കെ നമ്മുടെ ഒരു വിവേക ബുദ്ധി, ഔചിത്യ ബുദ്ധിയൊക്കെ അനുസരിച്ചിരിക്കുമല്ലോ. അതെനിക്ക് ആശ്രയങ്ങളോട് കുഴപ്പമില്ല. ഇപ്പൊ ജാസ്മിൻ ഒക്കെ പറയുന്നത് കേട്ടല്ലോ അല്ലേ, ഇതുവഴി ധാരാളം ഫ്രണ്ട്സിനെയൊക്കെ സമ്പാദിക്കണം. പിന്നെ ഈ വോയിസ് റെക്കഗ്നിഷനൊക്കെ കാരണം അതിൻ്റെ സേഫ്റ്റി സൈഡ് നോക്കിയിട്ടാണ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഈ വോയിസ് റെക്കഗ്നിഷൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ഈ സ്വരം കേട്ടിട്ട് അത് മെയിലാണോ ഫീമെയിലാണോ ആണുങ്ങളാണോ പെണ്ണുങ്ങളാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനമാണ് ഈ വോയിസ് റെക്കഗ്നിഷൻ. പക്ഷേ ഇതിലെന്താണ് പതുങ്ങിയിരിക്കുന്ന അപകടം എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് ഇത് ഉപയോഗിക്കണമെങ്കിൽ പൈസ കൊടുക്കണം, ലേഡീസിനാണെങ്കിൽ ഇത് ഫ്രീ ആണ് എന്നാണ്. അപ്പോൾ ആളുകളെ വഴി തെറ്റിക്കാനായിട്ട് വളരെ ബുദ്ധിപൂർവ്വം പ്രയോഗിച്ചിരിക്കുന്ന ഒരു ബുദ്ധിയാണ്. ഈ സേഫ്റ്റി എന്നൊക്കെ പറയുന്നത് പച്ചക്കള്ളമാണ്. എന്ത് സേഫ്റ്റിയാണ് ഇതിനകത്ത് ഇവർക്കൊക്കെ വാഗ്ദാനം ചെയ്യാനുള്ളത്? ഇത് ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള ശില്പ എന്നൊരു യൂട്യൂബറും ഇതിനെക്കുറിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. കൂടി വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസ കുറേയധികം ഇതിനകത്ത് ഇട്ടെങ്കിൽ, അതായത് 100 രൂപ 200 രൂപ അങ്ങനെയൊക്കെ റീചാർജബിൾ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ വെച്ച് നിങ്ങൾ പൈസ ഇട്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടത്തുള്ളൂ. സോ ഇതിലൂടെ മാത്രമേ നിങ്ങൾക്ക് മറ്റുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ, ആളുകൾ എന്ന് വെച്ചാൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ജെൻഡറുമായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഫ്രണ്ട്സ് ആപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്നൊക്കെയാണ് ഈ യൂട്യൂബറായിട്ടുള്ള ശില്പ അതിൻ്റെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ ഓഡിയോ കോളിലേക്ക് കൊടുക്കുന്നുണ്ട്, വീഡിയോ കോൾ നമുക്കൊക്കെ കൂടുതൽ പൈസ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തരുന്നുണ്ട്. പക്ഷെ ഞാൻ ഇതിൻ്റെ നെഗറ്റീവ് സൈഡ് ഉണ്ടോ അതോ ഇതിന് പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതും യൂസ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയത്. അപ്പം ഈ വരുന്ന ആളുകൾക്കെല്ലാം ഒരു കാര്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർക്കും തന്നെ നമ്മളൊരു ഫ്രണ്ട്ലി ടോക്കല്ല എല്ലാവർക്കും വേണ്ട, എല്ലാവർക്കും ഒരു ഓപ്പൺ ടോക്കാണ് വേണ്ടത്. സത്യം പറഞ്ഞാൽ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ ഇത് ഒരുതരം ഓൺലൈൻ ഡിജിറ്റൽ പെൺവാണിഭം ആണെന്ന് തന്നെ പറയാം. അത് സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊന്നും കണ്ടാൽ പെട്ടെന്ന് അതെന്താണെന്നുള്ളത് മനസ്സിലാകില്ല. ഇനി കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ള ഈ ആപ്പിനെ കുറിച്ചിട്ട് അവരുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് കേട്ടിട്ട് തിരിച്ചു വരാം. ദാറ്റ് മീൻസ് അറിയത്തില്ലാത്ത കാരണവന്മാർക്ക് വേണ്ടി പറയുകയാണ്. എല്ലാവർക്കും സെക്സ് റിലേറ്റഡ് ടോക്സിനോടാണ് കൂടുതലായിട്ടും. ഞാൻ അയാളോട് പറഞ്ഞു ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനോ ഇതെന്താണെന്ന് ഞാൻ ഓപ്പണായിട്ട് പറഞ്ഞൊരു കാര്യം വെച്ചാൽ എനിക്കിത് അറിയേണ്ട കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇത് എന്താണ്, ഇത് എന്തുകൊണ്ട് ക്രിയേറ്റ്, കാരണം എനിക്കും 2-3 കുഞ്ഞുങ്ങളുണ്ട്. അവർ ഫ്യൂച്ചറിൽ വളർന്നു വരുമ്പോൾ അവരിത് യൂസ് ചെയ്യുമ്പോൾ ഇതിന് പോസിറ്റീവ് സൈഡ് ആണോ അതോ നെഗറ്റീവ് സൈഡ് ആണോ ഇതിനുള്ളത് എന്ന് എനിക്കറിയണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്തത് എന്ന് ഞാൻ അയാളോട് പറഞ്ഞു. സോ അറ്റ് ദാറ്റ് പർട്ടിക്കുലർ മൊമെന്റ് ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ മോളെ ഈ ആപ്ലിക്കേഷൻ ഉള്ള കാര്യം ഞാൻ പറയാമല്ലോ, ഇത് നോർമലായിട്ട് ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. ഇത് യൂസ് ചെയ്യാൻ ഭയങ്കര മോശമായ ഒരു ആപ്ലിക്കേഷനാണ്. ഇത് യൂസ് ചെയ്യാൻ പറ്റുകയില്ല നിങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതൽ സെക്സ് ആൻഡ് സെക്സ്വലി റിലേറ്റഡ് ആൻഡ് ഓപ്പൺ ടോക്സിന് വേണ്ടിയിട്ട് മാത്രം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ആപ്പാണ്. അത് കേട്ടപ്പം ശരിക്കും ഞാൻ വണ്ടർ അടിച്ചു പോയി. കാരണം അതിന് അത്രമാത്രം ഹൈലി ഇതായിട്ടാണ് നമ്മുടെ ഫ്രണ്ട് ആപ്പ് ഇപ്പം കയറി വരുന്നത്. ആ ടൈമിലാണ് ഇങ്ങനെ ഒരു ഡ്രോബാക്ക്. ഇന്നത്തെ കാലത്ത് ഇതുപോലെ ഈ ഓൺലൈനും ഗ്യാമ്പിളിങ്ങും ആപ്പ് ഇതിനൊക്കെ പിറകെ പോയവരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കേരള പോലീസ് അവരുടെ അക്കൗണ്ട്സും ഒക്കെ ബ്ലോക്ക് ചെയ്ത്
അതൊക്കെ പ്രശ്നമായതും ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് തന്നെ നിങ്ങൾക്ക് സാമാന്യം നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടാകും ഈ ഫ്രണ്ട്സ് ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത്. അപ്പോൾ ഈ വരുന്ന തലമുറയ്ക്ക് ഇതൊക്കെ വളരെ അപകടം പിടിച്ചിട്ടുള്ള കെണികളായിട്ടാണ് ഇവരൊക്കെ ഇതിൽ ചെന്നിട്ട് കുരുങ്ങിക്കഴിഞ്ഞാൽ ഒരു വിധത്തിൽ അല്ലെങ്കിൽ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ വലിയ വലിയ റിസ്കുകളൊക്കെയാണ് അവരെ കാത്തിരിക്കുന്നത്. പിന്നെ ഇവർ ഈ പ്രൊമോഷൻ എന്താണ് ഇങ്ങനെ വളരെ അധികമായിട്ട് തട്ടിവിടുന്നത്, വായിൽ വരുന്ന കള്ളങ്ങളൊക്കെ വിളിച്ച് പറയുന്നു. ഇവർക്ക് ഇവരുടെ പ്രൊമോ വീഡിയോ നല്ല രീതിയിൽ പോയാൽ മാത്രമേ ഈ ആപ്പുകാർ വാഗ്ദാനം ചെയ്തിട്ടുള്ള ലക്ഷക്കണക്കിന് രൂപയൊക്കെ കൈക്കലാക്കാനായിട്ട് സാധിക്കില്ല. ഏതായാലും ഒരു വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഉദ്ദേശം ഒരു 4 ലക്ഷം രൂപ ഒക്കെയാണ് ഇവർക്ക് കിട്ടുന്നു എന്നുള്ള അറിവാണ് പൊതുവേ പറഞ്ഞ് കേൾക്കുന്നത്. ഇത്രയും ആളുകളെ ഇതിൽ ആകർഷിച്ച് വീഴ്ത്തണമെങ്കിൽ അത്രയും വാചകമടിക്കാനും അത് അവരെ കൺവിൻസ് ചെയ്യിക്കാനും അവരെ കൊണ്ട് ഈ കാണുന്നവരെ അത് വിശ്വസിപ്പിക്കാനുള്ള ഒരു കഴിവുണ്ടെങ്കിൽ മാത്രമേ ആൾക്കാർ ഇതിൽ വന്ന് ചാടുകയുള്ളൂ. അപ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറഞ്ഞ് പ്രതിഫലിപ്പിക്കാൻ പറ്റുമോ, എന്തൊക്കെ പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിക്കാൻ പറ്റുമോ അത്രയും നല്ല രീതിയിലാണ് ഇവർ ഇതൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത്. സേഫ്റ്റി ആയിട്ടുള്ളതാണ്, ലേഡീസിന് മാത്രമാണ് ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോഴേക്കും സ്ത്രീകളൊക്കെ എന്താണ് വിചാരിക്കുന്നത്, അത് കൊള്ളാം, ആരുടെയും ശല്യമില്ലാതെ കുറച്ച് ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി ഫ്രണ്ട്സിനെ സമ്പാദിക്കുന്ന കാര്യമല്ലേ ഉള്ളൂ, കോളിൽ കൂടെ ഇതിനൊക്കെ എന്തായിരിക്കുന്നു എന്നൊക്കെ കരുതിയിട്ട് എന്താണ് ഇതിൻ്റെ പിറകിൽ ഈ പറഞ്ഞ പോലെ ഇതെങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്നൊന്നും മനസ്സിലാക്കാതെ എടുത്തു ചാടി ഇവർ ഇതിൻ്റെ പിറകിലൊക്കെ പോയി കഴിഞ്ഞ് കുറേ കഴിയുമ്പോഴായിരിക്കും കാര്യങ്ങളുടെ ആ കിടപ്പ് വശം മനസ്സിലാകുന്നത്. ഇന്ന് വന്നിട്ട് ഓൺലൈൻ ഇതുപോലെയുള്ള ഓരോരോ വീഡിയോസ് വഴി ഒരുപാട് ആളുകളുടെ ജീവിതം വന്നിട്ട് വലിയ വലിയ പ്രശ്നങ്ങളിൽ അവർ ചെന്ന് ചാടാറുണ്ട്. വളരെയധികം സൂക്ഷിച്ചും കണ്ടും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എടുപിടിയുന്ന ഇവർ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും പാവ ആളുകൾ അവർക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല. ഈ പ്രൊമോട്ടേഴ്സൊക്കെ വന്നിട്ട് ഈ വലിയ ഉത്സാഹത്തിനും സന്തോഷത്തിനും ആഹ്ലാദ തിമിർപ്പിലും ഒക്കെ ഓരോന്നൊക്കെ കാണിച്ചിട്ട് ഇതൊക്കെ കിട്ടിയത് ഇങ്ങനെ പ്രൊമോ ഇത് ചെയ്ത വഴിയാണ്, നിങ്ങളും ചെയ്ത് നോക്കൂ, എനിക്ക് പണം കിട്ടാമെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്കും കിട്ടില്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ധൈര്യവും കോൺഫിഡൻസും ഒക്കെ കൊടുക്കുന്നത് കാണുമ്പോഴേക്കും എല്ലാവരും മിക്ക ആളുകളും രണ്ടാമതൊന്നും ആലോചിക്കാറില്ല. ഇത് വലിയൊരു അപകടകരമായിട്ടുള്ളൊരു രീതിയിലാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനത്തെ ആപ്പുകളൊക്കെ യൂട്യൂബും അത് കുറേയൊക്കെ ബാൻ ചെയ്യാനും അത് ചെയ്യുന്നവർക്കെതിരെ നടപടിയെടുക്കാനുള്ള ഓരോരോ കാര്യങ്ങൾ ഒരു വശത്തുകൂടി ചെയ്ത് വരുമ്പോഴേക്കും മറുവശത്തോടുകൂടി ഇവർ മാത്രം എന്നല്ല പറയുന്നത്, ഒരുപാട് ആളുകളും ഇതുപോലെയുള്ള ആപ്പിൻ്റെ പ്രൊമോഷൻസൊക്കെ ചെയ്ത് കാണാറുണ്ട്. എന്തും മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് പറയുന്നത് പോലെ ഒരിക്കലും കഷ്ടപ്പെടാതെ പെട്ടെന്ന് ഇങ്ങനെ കിട്ടുന്ന പണമൊന്നും കയ്യിൽ നിൽക്കില്ല. അത് ഓരോരോ തലവേദനയിൽ മാത്രമേ കൊണ്ട് എത്തിക്കാറുള്ളൂ. അതൊക്കെ കണ്ടും കേട്ടും ആലോചിച്ചും അതിൽ പതിയിരിക്കുന്ന അപകടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടും ജീവിതത്തിൽ മുമ്പോട്ട് പോയാൽ വലിയ പരുക്കുകളൊന്നും ഇല്ലാതെ അങ്ങ് ജീവിച്ചു പോകാം. ഇത് സോഷ്യലി ഒരു അവയർനെസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കാണുമ്പോഴേക്കും അതിനെക്കുറിച്ചിട്ട് കുറേ സംസാരിക്കാം എന്ന് വിചാരിച്ചത്. എന്തായാലും ഇതുപോലെയുള്ള ഒരുപാട് ഈ ഫേഷ്യൽ ക്രീം, ഇങ്ങനത്തെ സ്കിൻ കെയർ പ്രോഡക്ട്സ്, അതുപോലെ ഈ മെഡിസിൻസിനെ കുറിച്ചിട്ടും പല രീതിയിൽ നമ്മുടെ ശരീരത്തിന് ഗുണങ്ങൾ ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് പല പ്രൊമോഷൻ വീഡിയോസും ഒക്കെ അടുത്തിടെ ധാരാളമായിട്ട് ഇറങ്ങുന്നുണ്ട്. വളരെയധികം ഇതൊക്കെ കൈകാര്യം ചെയ്യുമ്പോഴേക്കും ശ്രദ്ധിക്കുക. നിങ്ങളും അനുഭവിച്ചവരും ഇത് കേൾക്കുന്നവരിൽ ധാരാളം പേര് ഉണ്ടാകുമല്ലോ അല്ലേ. അപ്പോൾ നിങ്ങളുടെ അനുഭവങ്ങൾ എന്ത് തന്നെയായാലും അത് മറക്കാതെ ആത്മാർത്ഥമായിട്ട് തന്നെ അത് കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്കും കൂടി അതൊരു പ്രയോജനമായി തീരും. ഒരു മുൻകരുതലോടെ ഇതൊക്കെ നോക്കിക്കാണാൻ ഉള്ളൊരു വിവേകവും ബുദ്ധിയും എല്ലാവർക്കും ഉണ്ടാകട്ടെ. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ഫ്രണ്ട്സ് മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കുമായിട്ട് വരുന്ന ദിവസം കാണാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്.